ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നതാണ് മലയാളത്തിലുള്ളത്. എന്നാൽ ഇംഗ്ലീഷ് പറയുന്നത് ആൻഡ് ഇൻ വാട്ട് എവർ ഹി ഡസ് ഹി പ്രോസ്പേഴ്സ്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് മലയാളത്തിൽ പറയുന്നു. ഇംഗ്ലീഷ് പരിഭാഷയെ പറയുന്നത് അവൻ ചെയ്യുന്നതെല്ലാം അഭിവൃദ്ധിപ്പെടുമെന്നാണ്, പുരോഗതിപ്പെടുമെന്നാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും മികച്ച അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കുമെന്നാണ് ഈ വചനഭാഗം പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു 10 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ആ പ്രമാണങ്ങളും വ്യവസ്ഥകളും നമ്മൾ പാലിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ 1 ഡിഗ്രി കൂടും, പിന്നെ 1 ഡിഗ്രി കൂടും, കൂടിക്കൂടിയാണ് വരികയുള്ളൂ. കുറഞ്ഞു വരികയില്ല, കൂടിക്കൊണ്ടിരിക്കും, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും, പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കും. ഐശ്വര്യവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ, അത് ആത്മിക വിഷയമായിക്കൊള്ളട്ടെ ഭൗതിക വിഷയമായിക്കൊള്ളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയുടെ ഒരു അനുഭവ തലത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുമെന്നാണ് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആത്മികമായ വിഷയത്തിലും നമ്മുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിലും നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലും ഒരഭിവൃദ്ധിയുടെ മറ്റൊരു പാന്താവിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ വെറുതെ സാധിക്കില്ല. അതിനൊരു വില കൊടുക്കണം. 119-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിന്റെ പ്രമാണങ്ങളും വ്യവസ്ഥകളും ഞാൻ പാലിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ആരാ ലജ്ജിച്ചു പോകുന്നത്? ആരാ തകർന്നു പോകുന്നത്? ആരാണ് താഴോട്ട് വരുന്നത്? അവിടെ ഗ്രാഫ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അവർ എന്തൊക്കെയോ നീതികേട് ദൈവത്തിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർ താഴോട്ട് വരുന്നത്, അധോഗതിയിലേക്ക് എത്തുന്നത്. നമ്മൾ പണ്ട് പല ദൈവദാസന്മാർ പറയുന്ന, അവരുടെ പ്രസംഗത്തിൽ പറയുന്നൊരു വാക്കുണ്ട്: നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. അങ്ങനെ ആവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഓരോ മാസം പിന്തുടരുമ്പോഴും ഓരോ വർഷങ്ങൾ പിന്തുടരുമ്പോൾ നമ്മുടെ ആത്മിക ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവണം. നമ്മൾ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ പ്രസംഗത്തിന് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ സഭയ്ക്ക് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിലും വ്യത്യാസം ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പൊ ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും അന്വേഷിക്കണം. ഒന്നാമത്തെ പ്രിയോറിറ്റി, ഒന്നാമത്തെ മുൻഗണന. ഒരു വിശ്വാസിയുള്ള ബന്ധത്തിൽ, ഒരു ദൈവദാസനുള്ള ബന്ധത്തിൽ, ഒരു ക്രിസ്തു ശിഷ്യനുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പരിഗണന ക്രിസ്തുവിനും അവന്റെ രാജ്യത്തിനും ആയിരിക്കണം. അങ്ങനെ ക്രിസ്തുവിനും അവന്റെ രാജ്യത്തിനും അവന്റെ സുവിശേഷത്തിനും ഒന്നാമത്തെ പരിഗണന കൊടുത്തുകൊണ്ട് ഒരാൾ ക്രിസ്തീയ ജീവിതത്തിൽ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ, രണ്ടാമത്തെ ഭാഗം യേശു പറഞ്ഞ ആ വചനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏതോടൊപ്പം? സ്തോത്രം. മുകളിലുള്ള ആത്മികമായ അനുഗ്രഹത്തോടൊപ്പം ഇതൊക്കെയും, ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, എവിടെ പാർക്കും, അങ്ങനെ ഭൗതികമായ പല കാര്യങ്ങളെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമെന്നാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അല്പം വ്യത്യാസമുണ്ട്. അവിടെ പറയുന്നത് ആൻഡ് ദീസ് ഷാൽ ബി ആഡഡ് അൺടു യു.
ഇപ്പോഴുള്ള ഭൗതിക നന്മ, ഭൗതികമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായ സിറ്റുവേഷൻസ് നാം കർത്താവിനും അവന്റെ രാജ്യത്തിനും ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് പോകുമ്പോൾ ഇപ്പോഴുള്ള പ്രസന്റ് ടെൻസിലുള്ള നമ്മുടെ ആ ഭൗതികമായ അനുഭവങ്ങൾ അത് വർദ്ധിച്ചു വരുന്നതാണ്. ആഡഡ് അൺടു യു എന്നാണ്. ഇപ്പോൾ നമുക്ക് 1000 ഉള്ളോ, അത് 1100, 200, 300 ആയിട്ട് വർദ്ധിച്ചു വരും. എന്തുകൊണ്ട് വർദ്ധിച്ചു വരുന്നു? കർത്താവിനും അവന്റെ രാജ്യത്തിനും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ആ കർത്താവിന് നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. അതാണ് ഫിലിപ്പിയർ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. നാം യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കിയാൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭാരപ്പെടണ്ട. നമ്മുടെ ഭവനത്തെക്കുറിച്ചോ, നമ്മുടെ ഭാവിയെക്കുറിച്ചോ, നമ്മുടെ മക്കളുടെ നന്മയെക്കുറിച്ചോ, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചോ, നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ഭാരപ്പെടണമെന്നേ. പ്രയാസപ്പെടണ്ട, ആകുല ചിത്തരാകണ്ട, ടെൻഷനാകണ്ട. യേശു ക്രിസ്തുവിന്, സുവിശേഷത്തിന്, ആത്മീക കാര്യങ്ങൾക്ക് പ്രഥമമായ സ്ഥാനം കൊടുത്തുകൊണ്ട് ഓടി നടക്കുകയാണെങ്കിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ശക്തിയോടെ പറയാം, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തിയോടെ പറയാം, നമ്മുടെ കാര്യങ്ങളെ ദൈവം നടത്തി തരും. ദൈവം വഴികൾ ഒരുക്കും. ദൈവം പുത്തൻ വഴികൾ തുറക്കും. ഉണങ്ങിയ നിലത്ത് നമുക്ക് പ്രത്യക്ഷമാക്കും. അത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തുറക്കും. ദൈവം വാതിലുകൾ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും. കാരണം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസിച്ച് അവന്റെ പിന്നാലെ പോയാൽ മതി. ഈ വാക്യത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ വേഗത്തിലിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധിപ്പെടുമെന്നാണ്. എങ്ങനെയുള്ളവൻ? ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് അഭിവൃദ്ധിപ്പെടുന്നത്. എല്ലാവരും അഭിവൃദ്ധിപ്പെടില്ല. അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല. ഈ ബൈബിളിൽ ഈ നടക്കുക, ഇരിക്കുക, നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കുറെ അർത്ഥമുണ്ട്. നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദുഷ്ടന്മാരോടൊപ്പം ജീവിക്കരുതെന്നല്ല പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്നാണ്. ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെടാത്തവരാ കൂടുതലും. അവർ ദുഷ്ടമായ വഴികൾ നടക്കുന്നവരായിരിക്കും, ഒരുപാട് ദുഷ്ടമായ ആലോചനയുമായി നടക്കുന്നവരായിരിക്കും. അവരോടൊപ്പം നമുക്ക് ജോലി ചെയ്യണ്ടേ, സഞ്ചരിക്കണ്ടേ, സ്കൂളിൽ പഠിക്കണ്ടേ? പക്ഷേ അതെല്ലാം ചെയ്യുമ്പോഴും ഇവൻ പല ദുഷ്ടമായ അങ്ങനെ ചെയ്യാടാ, ഇങ്ങനെ ചെയ്യാടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവന്റെ വരുതിയിലാക്കാൻ വേണ്ടി വരും, അവന്റെ ആലോചനയുമായി വരും. അപ്പോൾ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം. ഇന്ന് പലരുടെ പ്രശ്നം നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയില്ല, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് പറയില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ സ്വന്തം അപ്പനാണെങ്കിൽ പോലും നീതിയോടുകൂടി നമ്മൾ നിൽക്കണം. അവർ തെറ്റായ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, അപ്പ, അമ്മേ, എനിക്ക് സ്നേഹമൊക്കെയാണ്, എൻ്റെ അപ്പനും അമ്മയൊക്കെയാണ്, പക്ഷേ ഇതെന്നെ കൊണ്ട് സാധ്യമല്ല. വഴക്കൊന്നും വിചാരിക്കരുത്, എനിക്ക് കർത്താവിൻ്റെ വഴിയിൽ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതോടെ അവർ ആ വഴി പോവും. അവർ തിരുത്തും. നമുക്കവരെ തിരുത്താനൊരു വഴി, ഒരു മാർഗം കിട്ടുകയാണ്. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചനകൾ, ചിന്തകളുമായിട്ട് നമ്മളെ തെറ്റിക്കാനായി വരുമ്പോൾ അവന്റെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. നടക്കെന്ന് പറഞ്ഞാൽ ജീവിക്കരുത്. നമുക്ക് ജീവിക്കാൻ ഒരു നല്ല മാർഗമുണ്ട്, നമുക്ക് നല്ലൊരു ആലോചനയുണ്ട്. എന്താണ്? ക്രിസ്തുവിന്റെ വചനങ്ങളാണ് നമുക്കുള്ളത്. ആ വഴിയിൽ നമ്മൾ നടന്നാൽ മതി. രണ്ടാമത്തെ കാര്യം പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ അയൽവക്കക്കാരും ബഹുഭൂരിപക്ഷം ഒരു പാപികളാണ്. അവരോടൊപ്പം നമുക്ക് സഹകരിക്കേണ്ടി വരും. പക്ഷേ അവർക്ക് ചില വഴികളുണ്ട്.
അല്ലേ? മദ്യപാനത്തിന്റെ വഴികൾ, വ്യഭിചാരത്തിന്റെ വഴികൾ, തോന്നിവാസം ചെയ്യുന്ന വഴികൾ, മര്യാദക്കേടിന്റെ വഴികൾ, അങ്ങനെ വഴികളിലൂടെ പോകാനായിട്ട് അവർ നമ്മളെ നിർബന്ധിക്കും, നമ്മുടെ തലമുറകളെ നിർബന്ധിക്കും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഹബ്ബായിട്ട്, അല്ലേ? നമ്മൾ ഈ സുവിശേഷകന്മാര് പാവങ്ങള് ഈ മൈക്ക് കെട്ടി പറയുന്നത് ശരിയാണെന്ന് തെളിയിച്ചില്ലേ? ഇപ്പൊ ഭയങ്കര പോലീസിന്റെ ഭയങ്കര അറസ്റ്റൊക്കെ നടക്കുന്നതാണ്. എന്നെല്ലാം നടന്നാലും ഇതിന്റെ വിപണന കേന്ദ്രമായി ഇത് മാറി. നമ്മുടെ തലമുറകളെ സൂക്ഷിക്കണം. നമ്മൾ പാസ്റ്റർമാരായതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ പറയട്ടെ, നമ്മളെപ്പോലും തെറ്റിക്കാനുള്ള വമ്പൻ പദ്ധതികളുമായിട്ടാണ് പിശാച് ഊടാടി നടക്കുന്നത്. ഇതിന്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ, പാപികളുടെ വഴിയിൽ, പാപികളുടെ കൂടെ നിൽക്കരുന്നല്ല, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. മൂന്നാമത്തെ കാര്യം, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. ചില ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുണ്ടല്ലോ എന്ത് കാര്യം പറഞ്ഞാലും അവര് പുച്ഛിച്ചും പരിഹസിച്ചും ആണ് സംസാരിക്കുള്ളൂ. എല്ലാവരോടും എന്തു പറഞ്ഞാലും അതിനൊരു പരിഹാസം കലർത്തിയ ചില സംഭാഷണങ്ങൾ പറയും. 1-2 വട്ടം ഞാൻ അത് കേട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ സ്നേഹത്തോടെ മാറ്റിക്കൊണ്ടിട്ട് ഞാൻ പറയും, നിങ്ങളുടെ ഈ സംസാര ശൈലി ശരിയല്ല, ഇത് തിരുത്തണം. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരുത്തുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആ മനുഷ്യനോട് സഹകരിക്കില്ല. എനിക്കതൊരു കൂട്ട് വേണ്ടെന്നേ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹാസികളുടെ കൂടെ ഇരിക്കരുതല്ല, ഇരിപ്പിടത്തിൽ അവർ ഇരിക്കുന്നൊരു ഇടമുണ്ട്. ഞാൻ പറയട്ടെ, യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ തന്റെ കൂടെയുള്ള ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ അറസ്റ്റിലായി, അതിന് ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്ന് ഈ പാപികളുടെ കൂടെ, പരിഹാസികളുടെ, ക്രിമിനൽസിന്റെ കൂടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിട്ട് പറയുകയാണ്, യേശുവിനോട് ചെന്ന് ചോദിക്കണം, വരുവാനുള്ളവൻ നീയാണോ അതോ ഇനി വേറെ വല്ലവനാണോ എന്ന് ചോദിക്കാൻ. ആദ്യം എന്താണ് യേശുവിനെ കുറിച്ച് കണ്ടപ്പോ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവനാണ്. പക്ഷേ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് പോലും മാറി. യോഹന്നാൻ സ്നാപകന്റെ മൈൻഡ് മാറിയെങ്കിൽ ഉണക്കമരമായിരിക്കും നമ്മുടെ കാര്യം ഓർത്ത് നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കരുത്. നമ്മുടെ നടപ്പും നിൽപ്പും ഇരിപ്പും ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി ഉണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, ബൈബിളാണ്. ഇതിൽ നമ്മൾ സന്തോഷിക്കണം, ഇതിൽ നമ്മൾ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും അപ്പോസ്തലന്മാർ ഉറ്റിരുന്ന പോലെ നമ്മൾ ഇതിൽ ഉറ്റിരിക്കണം. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. രാപ്പകൽ ധ്യാനിക്കാൻ പറ്റുമോ? അപ്പൊ ഉറങ്ങണ്ടേ, സഞ്ചരിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, കുളിക്കണ്ടേ? അതിന്റെ അർത്ഥം രാവും പകലും ഈ വചനത്തെ ഓർക്കുന്നവരായിരിക്കണം എന്നതിനർത്ഥം. അങ്ങനെയുള്ളവൻ ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ ഇരിക്കും. എത്ര വലിയ ഉഷ്ണം വരട്ടെ, എത്ര വലിയ താപം വരട്ടെ, എത്ര വലിയ പ്രതികൂലം വരട്ടെ, എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, ജീവിതത്തെ വേരോടെ പറിച്ചു കളയുവാൻ കഴിയുന്ന തരത്തിൽ വിവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചാലും വചനം പറയുന്നത് അവൻ ഇലവാടാത്തൊരു വൃക്ഷം പോലെ ഇരിക്കും. കാരണം നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായതുകൊണ്ടാണ് ഇലവാടാത്തതിരിക്കുന്നത്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആര്? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പോലെ ചെയ്യുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, ജീവിതത്തിൽ അതുപോലെ അനുസരിച്ച് നടക്കുന്നവൻ, അവന്റെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. എന്തിലൊക്കെ അഭിവൃദ്ധിപ്പെടും? ആത്മിക വിഷയത്തിലും അവൻ അഭിവൃദ്ധിപ്പെടും, ഭൗതിക വിഷയത്തിലും അവൻ അഭിവൃദ്ധിപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഗ്രഹത്തിലേക്ക് ഞാനും നിങ്ങൾ കടന്നു പോകുവാൻ തക്ക വിധത്തിൽ
നമുക്ക് ഇന്ന് രാവിലെ ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ തിരുവചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.